മനോഹരമായ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കണ്ടസ്റ്റൻസ് ഫുൾ സ്വിംഗ് അല്ലേ? നടിച്ചു പൊളിക്കല്ലേ? ഓക്കെ, വെൽക്കം ടു മിമിക്സ് പരേഡ്. ആൻഡ് ഇവർക്ക് ഒരു സ്ട്രോങ് പില്ലർ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് നമ്മുടെ ജഡ്ജസ് തന്നെയാണ്. സന്തോഷ് സ്റ്റുഡിയോ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഹായ് ഹായ്. ജലജ് വാര്യർ നമസ്കാരം. അബിക അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. എല്ലാരും ഭയങ്കര ജോഷിൽ ഭയങ്കര ജോളി ഉഷാറാണ്. നമ്മ റെഡിയാ. നമ്മ റെഡിയാണ്. നിങ്ങ റെഡിയാണാ? നമ്മ റെഡിയും എല്ലാവരും റെഡിയാണ്. ഓക്കെ, നമുക്ക് നല്ല രസമുണ്ടല്ലോ കോസ്റ്റ്യൂം ചേരൊക്കെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുണ്ടല്ലോ. ആരെ നോക്കണത്? കോങ്കണ്ണുണ്ടോ നോക്കണത്? ജയരാജേട്ടന്റെ മുഖത്ത് നോക്കിട്ട് ഞാൻ എരന്ന് മേടിച്ചതാണെന്ന് തോന്നുന്നു. എന്തായാലും കോംപ്ലിമെന്റ് പറയാൻ പാടില്ല ഈ വേദിയിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കോങ്കൺ റെയിൽവേയുടെ പ്രശ്നം. നല്ല ഭംഗിയുണ്ട്. എന്തോ ഇന്നത്തെ അല്ല, നേരത്തെ ഇതിനെന്താ കാര്യം പറയാം. ഇപ്പൊ ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം, നേരത്തെ സംസാരിച്ച സമയത്ത് പൊതുവെ ഇപ്പോ ഇൻവൈറ്റ് ചെയ്യുന്ന സമയങ്ങളിലൊക്കെ എന്നിട്ട് ഒക്കെ ചെയ്യും. അത് കഴിഞ്ഞ് ആരെങ്കിലും ഒന്ന് കളിയാക്കിയാൽ എന്നെ വർത്താനായി പറയുന്നേ, ഞാൻ അങ്ങനൊന്നും അല്ല. അച്ഛോ, ഞാൻ അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ഒത്തിരി ആളുകളുണ്ടല്ലോ. ഞാൻ അങ്ങനെയൊന്നുമില്ല. ഞാൻ നന്നായി കുഴപ്പമില്ലാണ്ട് മലയാളം സംസാരിക്കുന്നു പ്രതീക്ഷിച്ചുകൊണ്ട്. വേണ്ട, ഞാൻ പ്രതീക്ഷയല്ല, പ്രതീക്ഷ. അക്ഷരസ്ഫുടതയൊക്കെ കുറച്ച് എക്സ്ക്യൂസ് ചെയ്യാൻ പാടില്ല. നമ്മളിപ്പോ ഇരിക്കുന്നൊക്കെ മാറി വേറെന്തോ കാര്യത്തിൽ വേണ്ട വേണ്ട. അപ്പൊ നമുക്ക് ജോളി ആയിട്ട് നമുക്ക് ഫസ്റ്റ് കണ്ടസ്റ്റന്റ് വെൽക്കം ചെയ്തോട്ടെ നിങ്ങളുടെ പെർമിഷനോടെ. യെസ്, ആദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു ഷിനു. നമസ്കാരം. ഇനി എന്താണ് ഇവിടെ പെർഫോം ചെയ്യാൻ പോകുന്നത്? ഞാൻ ഈ മൊയ്തീൻ എന്ന സിനിമ കുറച്ച് വില്ലന്മാരെ ഉപയോഗിച്ചുകൊണ്ട് ആ സിനിമ രണ്ടാമതൊന്ന് സംവിധാനം ചെയ്തു. അത് ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഷിനോബ് സംവിധാനം ചെയ്തു. അതിന്റെ ശബ്ദരേഖ. ഓക്കെ, അപ്പം സം ക്രിയേറ്റിവിറ്റി ഒക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മലയാള സിനിമയിൽ ഒരുപാട് പ്രണയ കാവ്യങ്ങൾ സിനിമയായിട്ടുണ്ട്. ഈ അടുത്തിറങ്ങിയ എന്ന് നിന്റെ മൊയ്തീൻ എന്ന സിനിമ ഞാനിന്നിവിടെ ഹാസ്യവൽക്കരിച്ചതിൻ്റെ ഭാവിയിൽ അവതരിപ്പിക്കുകയാണ്. തികച്ചും ഹാസ്യത്തിന് വേണ്ടി മാത്രമാണ്. മലയാള സിനിമയിലെ കുറച്ച് വില്ലന്മാരാണ് ഇതിലെ കഥാപാത്രങ്ങൾ ആയിരുന്നെങ്കിൽ അതിൻ്റെ ഒരു ശബ്ദ രേഖയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. എന്ന് നിന്റെ മൊയ്തീൻ. ആണായിട്ടും പെണ്ണായിട്ടും എനിക്ക് മകനൊന്ന മൊയ്തീൻ. മൊയ്തീനെ, നീ എവിടെ പോയി? എന്താണ് വാപ്പ? നീ എന്താ എപ്പോഴും ഇങ്ങനെ മുക്കിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ മുക്കത്തെ ചെക്കനാണെന്ന് എല്ലാവരും അറിയട്ടെ വാപ്പ. നീയും കാഞ്ചനമാലയുമായിട്ടുള്ള ബന്ധം ഇതോടുകൂടി അവസാനിപ്പിക്കുക. ഇനി നീ എങ്ങാനും അവളെ കണ്ടാൽ, അവളുമായി സംസാരിച്ചാൽ നിന്ന് കത്തും നീ. ബാപ്പ, ഇരുവഴിയപ്പയുടെ കര പിടിച്ച് നടന്നാൽ ററബിക്കടല. അത് ഇനി ഏത് എമ്മൻ നമ്പ്യാർ കുത്തി നിർത്തിയാലും ററബിക്കടല് അവിടെ തന്നെ വന്നു ചേരും. ഇരുവഴിഞ്ഞപ്പുഴ ററബിക്കടലുള്ളതാണെങ്കിൽ മയ്യത്ത് കട്ടില് ബാപ്പയ്ക്കുള്ളതാണ്. വെറുതെ അതിൻ്റെ ഒരു അറ്റേൻ്റെ തോളിൽ വെപ്പിക്കരുത്, പറഞ്ഞേക്കാം. ഇനി വലിയ പറ്റാട്ടത്തോ ഒരു പൊന്നോ മണ്ണോ നിനക്ക് കിട്ടുമെന്ന് നീ വിചാരിക്കണ്ട. ബാപ്പ, മൊയ്തീൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പെണ്ണുണ്ടെങ്കിൽ അത് കാഞ്ചനമാലയായിരിക്കും. ഇത് മൊയ്തീൻ്റെ തേക്കാണ് ഏറ്റവും വലിയ മരം. ഈ കംപ്ലീറ്റ് ഡയലോഗ് കൈമെന്ന് പോയല്ലോ. അപ്പോഴേ പറഞ്ഞ ഞാൻ ഒരു ബലാത്സംഗ സീനെ അടിച്ചു പൊളിക്കാമെന്ന് കേട്ടില്ല. ഇനി ഏതായാലും നമുക്ക് അടുത്ത സീനിൽ കാണാം. അയ്യോ, ഇത്ര നേരമായിട്ടും എൻ്റെ മൊയ്തീനെ കാണുന്നില്ലല്ലോ. എൻ്റെ മൊയ്തീനിനെ എന്നെ കാണാൻ എപ്പോഴാണോ വരിക ഒന്നും അറിയില്ല. അയ്യോ, വാട്ട് നോൺസെൻസ് ടോക്കിംഗ് ആർ യു മൈ ഡിയർ സിസ്റ്റർ കാഞ്ചനമാല? നീ എന്ത് വിട്ടിത്തൊക്കെയാണ് ഈ വിളിച്ച് പുലമ്പുന്നത്? എൻ്റെ മൊയ്തീനെ കുറിച്ച് ഞാൻ പറയുകയായിരുന്നു. കഴിഞ്ഞ 6 വർഷം ഞാൻ അനുഭവിച്ച ടെൻഷൻ അതെനിക്ക് മാത്രമേ അറിയൂ. ഒരുപറ്റ നാട്ടുകാരെ പമ്പരവെട്ടികളാക്കിക്കൊണ്ട് നിങ്ങൾ പേർഷ്യയിലോട്ട് ഒളിച്ചോടാൻ പോവുകയാണല്ലേ? നടക്കില്ല. കയറിപ്പോടി അകത്ത്. എൻ്റെ ഉന്നം പിഴയ്ക്കാറുമില്ല, ഞാൻ വെടിവെച്ചാൽ കൊള്ളാറുമില്ല. ഇനി നീ ഈ പൂമുഖത്തേക്ക് ഇറങ്ങിയാൽ നിന്റെ 2 കാലും ഞാൻ തല്ലി ഒടിക്കും, പറഞ്ഞേക്കാം. അയ്യോ, ആരോ വാതിൽ മുട്ടുന്നുണ്ടല്ലോ. ഇവിടെ ആരോ ഇല്ലേ? അയ്യോ, ഇത് ചേട്ടൻ്റെ കൂട്ടുകാരൻ രവിയല്ലേ? എന്താ രവി ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം പറയാം.
മുക്കം ബസ് സ്റ്റാൻഡിൽ വെച്ച് ഞാൻ അവനെ കണ്ടിരുന്നു, മൊയ്തീൻ. അവൻ എന്നോട് ചോദ്യം, എന്താ രവിനാരായണൻ തൻ്റെ ലവ് ലെറ്റർ റിക്വസ്റ്റ് ഒക്കെ എന്തായെന്ന്. ആ പന്ന പരപ്പൂ മോനെ, മുക്കം കള്ള് ഷാപ്പ് മുതൽ കോട്ടപ്പുറം മൈതാനം വരെ ഓടിച്ചിട്ട് തല്ലിയതാ അവൻ എന്നെ. എന്നിട്ട് അവനേക്ക് ലവ് ലെറ്റർ റിക്വസ്റ്റ് ഉണ്ടാക്കാൻ വന്നിരിക്കുന്നു. അയ്യോ, അങ്ങനെ പറയല്ലേ. ഞാനും മൊയ്തീനുമായി വളരെ ഇഷ്ടത്തിലാണ്. ഞാനും നിന്നെ പ്രേമിക്കുന്നു, എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു. നിന്നെ ഞാൻ 1000 വട്ടം സ്നേഹിക്കുന്നു. എങ്കിൽ എൻ്റെ മൊയ്തീൻ എന്നെ 916 വട്ടം സ്നേഹിക്കുന്നു. 916 വട്ടോ? അതേത് കണക്കാ? 916 ആകുമ്പോൾ ഹാൾമാർക്കാണല്ലോ, നിറം മങ്ങുകയില്ല. ആ പുല്ല്. മൊയ്തീൻ എന്നെ 916ൻ്റെ ഇരട്ടി സ്നേഹിക്കുന്നു. അപ്പോൾ 916ഉം 916ഉം കൂട്ടിയാൽ എത്ര കിട്ടും രവിച്ചേട്ടാ? പുല്ല്. വരണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നി ഈ മാതിരി ഒലക്കമല ചോദ്യം ഉണ്ടാകുമെന്ന്. പെണ്ണെ, ഈ ഇടപാട് ഇതോടുകൂടി ഞാൻ നിർത്തുകയാണ്. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ മൊയ്തീനെ കാണും. അതെന്തിനാണ് മൊയ്തീനെ കാണുന്നത്? മൊയ്തീനെ കാണുന്നത് മറ്റൊന്നിനല്ല, നിന്റെ പഴയകാല ഒരു ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. ആ ഫോട്ടോ ഞാൻ 2 കാക്കത്തൂവലിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട്, ഒരു പുസ്തകത്തിൻ്റെ ചുവട്ടിൽ. അതെന്താണ് കാക്കത്തൂവലോ? എല്ലാവരും മയിൽപ്പീലിയിലല്ലേ ഫോട്ടോ വെക്കാറ്. ഇത് മയിലിനെ തപ്പിയിട്ട് വേണം എന്നെ ഫോറസ്റ്റുകാർ പിടിച്ച് കൊണ്ടുപോകാൻ. ഒരു കാക്ക ചത്ത് കിടക്കുന്നത് കണ്ടു, ഞാൻ അതിൻ്റെ തൂവൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പോടി പുല്ലാവർന്ന്. അല്ല പിന്നെ. ഓ, ഇത്ര നേരമായിട്ടും എൻ്റെ മൊയ്തീനെ കാണുന്നില്ലല്ലോ. എൻ്റെ മൊയ്തീനെ, എൻ്റെ കാഞ്ചനമാലേ, എൻ്റെ മൊയ്തു, എൻ്റെ കാഞ്ചു, എൻ്റെ മോ, എൻ്റെ ഇതെന്താടി അശ്രുശ്ലോക മത്സരം? നിനക്ക് ഞാൻ ഫേസ്ബുക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചപ്പോൾ നീ അക്സെപ്റ്റ് ചെയ്തില്ല അല്ലടി ഭയങ്കരി. ഇന്ന് രാത്രി കൃത്യം 12 മണിക്ക് ഞാൻ വാട്സാപ്പിൽ വരും, നീ ഓൺലൈൻ ഉണ്ടായിരിക്കണം. നമുക്ക് പേർഷ്യയിലേട്ടു ഇന്ന് ഒളിച്ചോടാം. അയ്യോ, ഇന്നാണെങ്കിൽ നടക്കില്ല, ഈ ആഴ്ച നടക്കത്തേയില്ല. അതെന്താണ് നടക്കാത്തത്? എൻ്റെ വീട്ടിലൊരു വലിയപ്പനുണ്ട്. നമ്മൾ ഒളിച്ചോടുന്ന ദിവസം നോക്കി തട്ടിപ്പോകാൻ റെഡിയായി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് അടുത്ത മാസം പോകാം. എങ്കിൽ ഞാൻ അവതരിപ്പിക്കുന്ന നാടകമുണ്ട്, ആ നാടകം കാണാൻ നീ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ വരണം. നിന്റെ ജനാലയിലൂടെ നോക്കിയാൽ എൻ്റെ നാടകം കാണാം. നാടകം ആരംഭിക്കാൻ പോവുകയാണ്. നാടകത്തിന് എത്താമെന്ന് പറഞ്ഞ ഫീമെയിൽ വന്നിട്ടില്ല. ഇനി ഫീമെയിൽ റോൾ ആര് കളിക്കും? ഞാൻ കളിക്കാം. നീയാണോ ഫീമെയിൽ റോൾ കളിക്കാൻ പോകുന്നത്? ഇട മരമണ്ട, ഇതിൽ പാട്ടും ഡാൻസും ഒക്കെ ഉണ്ട്. ഞാൻ നന്നായിട്ട് പാടുകയും ചെയ്യും, ഡാൻസും കളിക്കും. ആദ്യം നിങ്ങൾ ആ സോങ് ഒന്ന് വെച്ച് അഭിനയിക്കണ പുല്ലേ. ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ. ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ. പ്രാണനായക വാനവല്ലഭാകാരം. ഇതെന്താ എരുമ കരയുന്നു? ഞാൻ അപ്പോഴേ പറഞ്ഞതാ, ഈ മാതിരി എഴുത്തുകാരൻ വെച്ച് പാട്ട് ചെയ്തേന്ന്. ഈ വരി എനിക്ക് ശരിയാവില്ല. താകർതാളം കൊടുകല്ലൂരിലമ്മേ. എങ്ങനെയുണ്ട്? ഇതാ കറക്റ്റ് താളവും വരിയും പാട്ടും ഒക്കെ. മനസ്സിലായോ? ഈ കാഞ്ചനമാലയുടെ അവസാനമായി വരാമെന്ന് പറഞ്ഞ ദിവസമായി. എനിക്ക് കാഞ്ചനമാല എത്രയും പെട്ടെന്ന് തന്നെ കാണണം. എൻ്റെ കാഞ്ചനമാലേ. ഇത്ര നേരമായിട്ടും എൻ്റെ മൊയ്തീനെ കാണുന്നില്ലല്ലോ. മൊയ്തീനെ കുറിച്ച് ഒരു വിവരവുമില്ല. ഇനി എന്തു ചെയ്യും? അയ്യോ, ഏതായാലും കടത്തുകാരൻ അബു ഇവിടെയുണ്ട്. അബു, എൻ്റെ മൊയ്തീനെ കണ്ടിരുന്നോ? ഞാനൊരു മൊയ്തീനെയും കണ്ടിട്ടില്ല. ഞാനിവിടെ ചുമ്മാ സിഗരറ്റ് വലിച്ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ മൊയ്തീനെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് പറയൂ. നിന്നോട് സംസാരിച്ചിട്ട് വേണം എൻ്റെ പഴയകാല ഗാനങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വരാൻ. വിരഹഗാനമൊക്കെ ഞാൻ നിർത്തി. ഇപ്പം ഞാൻ പുതിയ പാട്ടാണ് പാടുന്നത്. അതേത് പാട്ടാണ്? ഹം തേരെ മേരെ റബ് റബ് സക്ദേ തേരെ ബിനാ ക്യാ ജൂദു മേരാ തുജ്സേ ഭി. എങ്ങനെയുണ്ടൊരു പാട്ട്? എനിക്ക് പാട്ട് കേൾക്കണ്ട, എനിക്കെൻ്റെ മൊയ്തീനെ കണ്ടാൽ മതി. മൊയ്തീനെ, നീ എവിടെയാ ഉള്ളത്? മൊയ്തീൻ്റെ കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞേക്കാം. ഇന്നലെ ഉണ്ടായിരുന്ന വെള്ളപ്പൊക്കത്തിൽ തോണി മറിഞ്ഞ് മൊയ്തീൻ മരിച്ചെന്നാണ് കേട്ടത്. അയ്യോ, എൻ്റെ മൊയ്തീൻ മരിച്ചെന്നു? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മരിച്ചെന്നാ പറഞ്ഞത്? നിനക്ക് ഇത്രയും ഇഷ്ടമായിരുന്നു മൊയ്തീനെ? അതല്ല, എൻ്റെ ആധാർ കാർഡും റേഷൻ കാർഡും ഒലിച്ചുപോയി. ഇനി ഞാനെങ്ങനെ കുടുംബശ്രീയിൽ പോകും? ഒരു എയ്ഡ്സിൻ്റെ റിസ്ക്, ഒരു എയ്ഡ്സിൻ്റെ ADSനെ മാത്രമേ അറിയൂ. ഏതായാലും
നിന്നെ കെട്ടാൻ ഞാൻ നല്ലൊരു ചെറുപ്പക്കാരനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ പെങ്ങളെ കെട്ടാൻ സുന്ദരനും സുഗമനുമായിട്ടുള്ള ഒരാളെ നമ്മുടെ കടത്തുകാരൻ അബു കൊണ്ടുവന്നിട്ടുണ്ട്. ഏതായാലും ആ കടുത്തുകാരനെ നിനക്ക് കാണണ്ടേ? അയ്യോ, സുന്ദരൻ സുഗമനായ ആ ചെറുപ്പക്കാരനെ കാണാൻ എനിക്ക് കൊതിയാവുന്നു. ആരാണ് അദ്ദേഹം? ഇടാ, ഇങ്ങോട്ട് കയറി വന്നേ. മറ്റാരുമല്ല, ഞാൻ തന്നെ. എങ്ങനെയുണ്ട്? അടിപൊളി സീക്വൻസ് അല്ലേ? അയ്യോ, ഞാനൊരു കാര്യം പറയാം. ഇതിലും നല്ല കിണറ്റിലോ കുളത്തിലോ ചാടി മരിക്കുന്നതാണ്. എൻ്റെ മൊയ്തീന് പകരം എൻ്റെ മൊയ്തീൻ മാത്രമേ ഉള്ളൂ. ഞാൻ മൊയ്തീനെ മാത്രമേ സ്നേഹിക്കുള്ളൂ. എങ്കിൽ ഈ പടത്തിന്റെ ക്ലൈമാക്സ് ഡയലോഗ് ഞാൻ പറയാം. മൊയ്തീന് പകരം വെക്കാൻ മൊയ്തീനും, കാഞ്ചനമാലയ്ക്ക് പകരം കാഞ്ചനമാലയും. നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ മക്കളെ. ശുക്രിയ. താങ്ക് യു. ഷിനൂപ്, യെസ് കാഞ്ചന ആൻഡ് മൊയ്തീൻ മൊയ്തീൻ. ഒത്തിരിയധികം കേരളത്തിൽ ഭയങ്കര ട്വിസ്റ്റുകൾ, ഭയങ്കര എന്താണ് ഒരു 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 തരംഗം സൃഷ്ടിച്ചെന്ന് പറയാൻ പറ്റും. അത്രയ്ക്കൊരു 2 കഥാപാത്രമാണ് ഇപ്പൊ നമ്മുടെ ഷിനൂപ് സ്റ്റൈലിൽ ഇവിടെ അവതരിപ്പിച്ചു. എങ്ങനെയുണ്ടായെന്ന് നമുക്ക് നോക്കാം. നമസ്കാർ ഷിനുബേ, ആ അസാധ്യമായിട്ടുള്ള സംഭവമായിരുന്നു താങ്ക് യു. താങ്ക് യു സർ. അത് എനിക്ക് തോന്നുന്നത് ചില സംഭവങ്ങളെ ആസ്പദമാക്കി നമ്മൾ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഇത്തരം വേദികളിൽ ഒരു പുതിയ ത്രെഡ് വേണമെന്ന് പറയുമ്പോൾ ഇത്രയും ആപ്റ്റായിട്ടൊരു സംഭവം ഇനി കൊണ്ടുവരാൻ പറ്റില്ല. താങ്ക് യു. താങ്ക് യു സർ. ഓക്കെ. പിന്നെ ഷിനൂപ് ഇതൊക്കെ ചെയ്തത് എന്തിനാണ് എന്നൊരു ചോദ്യം നിൽക്കുന്നുണ്ട്. ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു, പക്ഷെ അതിൻ്റെ പിന്നിൽ ഒരു അടിസ്ഥാനം ഉണ്ടല്ലോ. നമ്മൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഇതിനകത്ത് ഒരു കണ്ടന്റ് എന്താണ് എന്നുള്ളതുണ്ട്. അതിനെക്കുറിച്ചൊരു ബോധം നമുക്ക് വേണമല്ലോ. ഇപ്പം നമ്മൾ റെസ്റ്റ് കിട്ടിയില്ല, അതൊക്കെ നമ്മൾ റീസൺ നമുക്ക് പറയാമെന്ന് മാത്രം. പക്ഷേ ചെയ്ത സംഭവം, അതിൻ്റെ പെർഫെക്ഷനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ എനിക്ക് ഷിനൂപിൻ്റെ തോന്നിയ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വളരെ ഭയങ്കര സ്പീഡാണ്. സ്പീഡെന്ന് പറഞ്ഞാൽ എവിടെയാണ് എത്തേണ്ടതെന്ന് അറിയില്ല, പക്ഷെ പോകണം. പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല. എവിടെയെങ്കിലൊക്കെ എത്തിയാൽ ഞാൻ എത്തും, പക്ഷേ എനിക്ക് ഭയങ്കര തിരക്കാണെങ്കിൽ പോയേ പറ്റുള്ളൂ എന്ന് പറയുന്നൊരു പോക്കുണ്ട് അതിന്. ഇപ്പോൾ നമ്മൾ എപ്പോഴും പറയാനുള്ളത് കൺവേ ചെയ്യുക, ഒരാൾക്ക് അത് പറഞ്ഞു കൊടുക്കുക, കൊടുത്തിട്ട് സെക്കൻഡ്സിനകത്ത് നമ്മളത് സ്വീകരിച്ച് എന്നിട്ട് വേണം റിയാക്ട് ചെയ്യാൻ. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഷിനൂപ് ഒരു കോൺസെപ്റ്റ്, ഒരു സംഭവം എടുത്തു, അതിൻ്റെ തന്നെ വേറൊരു സംഭവം. ഇപ്പോൾ ഷീലാമ ചോദിക്കുന്ന ഒരു കാര്യമാണ്. അവരുടെ എല്ലാ വേരിയേഷനും, നമ്മളൊരു നടനെ, ഒരു നടിയെ അനുകരിക്കുമ്പോൾ അതിലെന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമതൊക്കെ ചെയ്യണ്ടേ? അത് റിലാക്സ് ആയി കഴിഞ്ഞാലേ നമുക്കതിനെക്കുറിച്ച് ചിന്തിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. കാഞ്ചന, നീ ഇപ്പോൾ എവിടെ പോകുന്നു? ഹല്ലിക്ക് ആഭരണം മേടിക്കാൻ പോകുന്നു. ഞാനിപ്പോൾ മീഡിയ വണ്ണിൻ്റെ മിമിക്സ് ഷോ കാണാൻ പോകുന്നു. അവർ പറയുന്ന ഒരു ടെൻഷനും ആ സംഭവങ്ങളും അവരെടുക്കുന്ന അവരുടെ മൂഡ് മാക്സിമം കൊണ്ടുവരാം. നീ ഇപ്പോൾ പോകണ്ട. അതെന്താ ഞാൻ പോയാൽ ഞാൻ പോകട്ടെ എന്ന് പറയുമ്പോൾ വ്യത്യാസം മനസ്സിലായോ? സ്പീഡ് മനസ്സിലാവുന്നുണ്ടോ? എല്ലാം ടോൺ കറക്റ്റാണ്, പക്ഷേ ഈ പ്രാക്ടീസിൻ്റെ അല്ലെങ്കിൽ അശ്രദ്ധയുടെ ഒരു പോരായ്മ മാത്രമാണ് എനിക്ക് ഷിനൂപിൽ തോന്നിയുള്ളൂ. നിങ്ങളൊരു അസാധ്യ ആർട്ടിസ്റ്റാണ്. തീർച്ചയായിട്ടും മനസ്സിരുത്തിയാൽ ഗംഭീര വിജയം കൈവരിക്കാൻ കഴിയും. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്. താങ്ക് യു. നമസ്കാർ ജയരാജേട്ടാ. നവാസ് പറഞ്ഞ പോലെ തന്നെയാണ്, നിങ്ങളുടെ ടോൺ കറക്റ്റാണ്. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് നിങ്ങളുടെ മുഖത്ത് വരുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തന്നെ പറഞ്ഞില്ലേ, നിങ്ങളുടെ മുഖത്തിന് വലിയ പ്രത്യേകതയുണ്ട്. വളരെ എക്സ്പ്രഷന് സാധ്യമാകുന്ന തരത്തിലുള്ള ഒരു മുഖമാണ് നിങ്ങളുടെ മുടിയും നിങ്ങളുടെ കണ്ണും മൂക്കും ചുണ്ടും, അതിനൊക്കെ ഒരുപാട് സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട് പലരെയും അവതരിപ്പിക്കുമ്പോൾ. പക്ഷേ എന്തോ നിങ്ങളുടെ പ്രാക്ടീസിൻ്റെ കുറവ് കൊണ്ടാണോ, അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അലംഭാവം കൊണ്ടാണോ, നിങ്ങൾ പറയുന്ന റീസണുകൾ എങ്ങനെയുള്ളതായാലും ചില സ്ഥലത്ത് ചില കുത്തും കോമയും നിശബ്ദതയൊക്കെ ഉണ്ട് അല്ലേ? കുത്തും കോമയും നിശബ്ദതയും എല്ലാം ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. ഞാനീ സംസാരിക്കുന്നതിലുണ്ട് കുത്ത്, കോമ, സെമിക്കോളൻ, നിശബ്ദത, പെട്ടെന്ന് പറയേണ്ടത്, ചുരുക്കി പറയേണ്ടത്, ഒതുക്കി പറയേണ്ടത്. മധുസാറിനെ അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് നിങ്ങൾ കയറണം, അല്ലെങ്കിൽ
നിങ്ങളുടേതായ ഒരു രീതിയിൽ അതിനെ ഡ്രൈവ് ചെയ്യണം. പക്ഷേ എന്നിരുന്നാലും നിങ്ങളുടെ ഒരു സമീപനം, അപ്രോച്ച്, ഒരു കാര്യത്തെ സമീപിക്കുക, ആ ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കുക, ആ കൺസെപ്റ്റ് നിങ്ങളിവിടെ ഡെലിവർ ചെയ്യുക, അത് ഞങ്ങളെ രസിപ്പിച്ചു. നിങ്ങളുടെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. അബിക. എനിക്ക് ഷിനോബിൻ്റെ പ്രകടനം കണ്ടപ്പോൾ ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ നല്ല ഒരു ശ്രമമാണ് നടത്തിയത്. വളരെ നന്നായിരുന്നു. അതിനകത്ത് ഒരു സ്റ്റേജിലാണ് ഷിനോബ് ഈ ഒരു ശ്വാസം പിടുത്തം നടത്തിയിരുന്നെങ്കിൽ ഇതിനേക്കാൾ സക്സസ് ആകുമായിരുന്നു. കാരണം സ്റ്റേജിന് ആപ്റ്റാണത്. സ്റ്റേജിനാണെങ്കിൽ കൂടി ചില ഭാഗങ്ങളിൽ നേരത്തെ പറഞ്ഞ കുത്തും കോമയുടെയൊക്കെ ആവശ്യമുണ്ട്. പിന്നെ ചില സ്റ്റേജുകളിൽ പല പ്രോഗ്രാമുകൾ വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഷിനോബിനെ ക്ഷണിക്കുകയും ഷിനോബ് കടന്നു വരികയും ചെയ്യുമ്പോൾ ഷിനോബിന് അതിലൂടെ ഇടിച്ചു കയറേണ്ട ഒരു കടമയുണ്ട്. അപ്പോൾ സ്റ്റേജിൽ ഇടിച്ചു കയറ്റം എന്ന് പറയുന്ന ഒരു സാധനം മനസ്സിൽ കിടക്കും. സ്റ്റേജ് കലാകാരനുമാണ്, സ്റ്റേജിൽ അവതരിപ്പിക്കാറുമുണ്ട്, അല്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് മൈൻഡിൽ വെച്ചിട്ടാണ് ഷിനോബ് ഇവിടെ വന്നതും പെർഫോം ചെയ്യുന്നതും എനിക്ക് നന്നായിട്ട് മനസ്സിലായി. തുടക്കത്തിൽ എനിക്ക് പിടികിട്ടി സ്റ്റേജാണ് മൈൻഡിൽ കിടക്കുന്നതെന്നുള്ളത്. അത് സത്യമായിരിക്കാം, പക്ഷേ സ്റ്റേജിനേക്കാളും നമുക്ക് സ്ക്രീനിൽ കാണുമ്പോൾ ആ ഒരു സ്പീഡ് നമുക്ക് അത്രയും വേണ്ട, കുറച്ചുകൂടെ അങ്ങോട്ട് കുറയ്ക്കാം. ചില സൈലൻസാണ് ഇതിൻ്റെ ഏറ്റവും വലിയ തമാശയാക്കി കൊണ്ടുവരാൻ പറ്റുന്ന സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് സ്ക്രീനിൽ. ഇതിപ്പോൾ എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് നമ്മുടെ ഈ മെഗാ ഷോയൊക്കെ അവസാനിക്കുമ്പോൾ ഈ ചെയിൻ സോങ് ഉണ്ട്, അത് 6/8 കുറേ പാട്ടങ്ങ് പാടിക്കഴിഞ്ഞാൽ ഒരു പിച്ചിലങ്ങ് പിടിച്ചാൽ 6/8 താളത്തിൽ വരുന്ന പാട്ടൊക്കെ അങ്ങനെ അങ്ങോട്ട് പാടിപ്പോവും. ഇതാണ് എനിക്ക് ഫീൽ ചെയ്തത്. നല്ല അറ്റംപ്റ്റ് ആയിരുന്നു, നല്ല പ്രകടനമായിരുന്നു, നല്ല കഴിവുള്ള ആളാണ് ഷിനോബ്. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, അപ്പം ഷിനോബ്, മാർക്സ് അറിയാം? അറിയാം. അപ്പം നമുക്ക് ആദ്യമായിട്ട് ആരത് ചോദിക്കാം? ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഒരാളെ പിൻ പോയിന്റ്. ഓക്കെ, നവാസ്ക. ഔട്ട് ഓഫ് 25. 20. 20 out of 25. അബിക, out of 25. ഈ കൺസെപ്റ്റ് പുതിയതാണ്, ഇപ്പോൾ സംഭവിച്ചതാണ്. പെർഫെക്ഷൻ വൈസ് ഒക്കെ നോക്കിയിട്ട് എനിക്കൊരു 22 കൊടുക്കാതെ ഇന്ന് ഉറങ്ങാൻ പറ്റും. 22 out of 25. ജയരാജേട്ടാ, out of 25. 20. 20 out of 25. So 62 out of 75. അപ്പം നമുക്ക് ചെറിയ ചെറിയ അതൊക്കെ മിസ്റ്റേക്സ്, എനിക്ക് ടെക്നിക്കലി ഒന്നും അറിയത്തില്ല, അവർക്കറിയാം, അവർക്ക് പറഞ്ഞു തന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ആസ് നമ്മൾ വ്യൂവേഴ്സായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. അടുത്ത പ്രാവശ്യം ഗംഭീരമാകാം. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് പരേഡിൽ അടുത്തതായിട്ട് നമുക്ക് വേണ്ടി പെർഫോം ചെയ്യാൻ എത്തുന്നു കാർത്തിക്. ഹായ് ചേച്ചി. അനിയ, എന്താണെന്ന് പെർഫോം ചെയ്യാൻ പോകുന്നത്? ഞാൻ കുറെ വെറൈറ്റി ശബ്ദങ്ങൾ ആ ചെയ്യുന്നു. വെറൈറ്റി, ഫുൾ വെറൈറ്റി ആയിരിക്കും. ഫുൾ വെറൈറ്റി ആണ്. ഫുൾ പവർ പാക്ക് ആയിരിക്കും. ജഡ്ജസ്, ഞങ്ങൾ എഴുതി വെക്കട്ടെ ഇവിടെ വെറൈറ്റി ആണെന്ന്? അതെ, എഴുതി വെച്ചോ. ഓക്കെ ഓക്കെ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ കുറച്ച് വെറൈറ്റി ശബ്ദങ്ങളാണ് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അമ്പലത്തിലൊക്കെ കണ്ടിരുന്ന ഇടയ്ക്കൂടെ ഡിഫറെന്റ് ആയിട്ടുള്ള വോയിസ് എങ്ങനെയാ നോക്കാം. മലബാറിന്റെ സ്വന്തം ദഫ് മുട്ട്. അല്ലാ இந்த பைத்தானு பிந்தப்பா பின்னப்பு, இந்த பைத்தானு பிந்தப்பா பின்னப்பு, இந்த பைத்தானு பிண்டப்பா பின்னப்பு, இந்த பைத்தானு பிண்டப்பா பின்னப்பு. അതേപോലെ തന്നെ ആദിവാസികളുടെ ഇടയിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേക ഒരു ഉപകരണമുണ്ട്. മുള വെച്ചിട്ടാണ് ആ ഉപകരണം ഉപയോഗിക്കുക.
അമ്മയും കുഞ്ഞും. കാർട്ടൂൺ പരമ്പരയിലെ ഡൊണാൾഡൊക്കെ ശരണം വിളിച്ചു പോയാൽ എങ്ങനെ ഇരിക്കും? നന്ദി, നമസ്കാരം. ചേച്ചി ഓ എന്തൊരു തൃപ്തി എന്നറിയോ ചേച്ചി ഇവിടെ കേൾക്കുമ്പോ. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു പെർഫോമൻസ് നോക്കാം. ഓക്കെ ആബിക. വളരെ നല്ല ശബ്ദാനുകരണമായിരുന്നു. താങ്ക് യു സർ. വെറൈറ്റി കുറച്ച് വോയിസുകൾ ഉണ്ടായിരുന്നു. പിന്നെ സ്ഥിരം മിമിക്രിക്കാർ വേദിയിൽ ചെയ്യാറില്ല, പ്രത്യേകിച്ച് ഈ കോമ്പറ്റീഷൻ വേദികളിൽ ചെയ്യാറുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു. അവതരണത്തിന് പ്രത്യേകിച്ച് പുതുമയൊന്നുമില്ല. കുറേ അനുകരണം ചെയ്തു എന്നല്ലാതെ ഹ്യൂമറസായിട്ടൊന്നും വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഒരു മിമിക് എന്ന് പറയുമ്പോൾ ശരിക്കും മിമിക്രി എന്ന വാക്കിൻ്റെ അർത്ഥം ഡിക്ഷണറിയിൽ അന്വേഷിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് അനുകരിക്കുക എന്ന് മാത്രമല്ല, കുരങ്ങത്തം കാണിക്കുക എന്ന് വരെയുണ്ട് അതിനൊരു മീനിങ്. അതായത് ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹ്യൂമറസായിട്ട് ചെയ്യുക എന്നുള്ള ഇന്ന് നമ്മൾ മീൻ ചെയ്യുന്നത് അതൊക്കെ തന്നെയാണ്. ഏതായാലും മിമിക്രി എന്ന് പറയുമ്പോഴത്തേക്കും മിമിക്സ് പരേഡ് നമ്മുടെ ഈ പ്രോഗ്രാം പറയുമ്പോൾ അതിനകത്ത് ഹ്യൂമർ കൂടി പിന്നെ സറ്റയർ ഇതെല്ലാം കൂടെ ഒത്തൊരുമിച്ചൊക്കെ വന്ന് നമുക്കൊരു ഫീൽ ഉണ്ടാക്കുക, ഇമ്പാക്റ്റ് ഉണ്ടാക്കുക, ചിരി ഉണ്ടാക്കുക, ഇത്തരത്തിലുള്ള പരിശ്രമങ്ങളിലേക്ക് നമ്മുടെ സുഹൃത്ത് കാർത്തിക് എത്തിയിട്ടില്ല. ഇപ്പോഴും നമ്മുടെ സ്കൂൾ കോമ്പറ്റീഷൻ ലെവലിലാണ് നിൽക്കുന്നത് എന്നുള്ള ഒരു വിഷമം മാത്രമേ ഉള്ളൂ. ബാക്കി ഒഴിച്ചാൽ നല്ല അനുകരണമായിരുന്നു, നല്ല വ്യത്യസ്ത ശബ്ദങ്ങളുണ്ടായിരുന്നു, അവതരിപ്പിച്ചതിനൊക്കെ ഒരു പെർഫെക്ഷൻ ഉണ്ടായിരുന്നു. അതിനൊക്കെ എൻ്റെ ഒരു നല്ല കയ്യടി. താങ്ക് യു ചേട്ടാ. അഭി പറഞ്ഞ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഒരു സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ നടക്കുമ്പോൾ നമ്മൾ അതിലൂടെ നടന്നു പോകുമ്പോൾ കേൾക്കാനും ഭാഗ്യവശാൽ കാണാനും ഇടവന്നിട്ടുള്ള ഒട്ടനവധി 16 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ പ്രകടനങ്ങൾ കണ്ടപ്പോൾ ഉണ്ടായ അതേ അവസ്ഥയിലാണ് നമ്മളിരുന്നത്. നമ്മളെ ഒന്ന് രസിപ്പിക്കാനോ, ഏതർത്ഥത്തിൽ ഫലിതം എന്നർത്ഥത്തിൽ രസിപ്പിക്കാനോ, നമ്മളെ ഒന്ന് ഞെട്ടിക്കാനോ കഴിയണം. അപ്പോഴേ പെർഫോമൻസ് ആവുള്ളൂ. കാർത്തികിന് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു ചേട്ടാ. നമസ്കാരം കാർത്തിക്. ഇത്രയും വെറൈറ്റി ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല കേട്ടോ. താങ്ക് യു. ഇത് തന്നെ കാർത്തികിൻ്റെ കൂടെ മത്സരിച്ച എല്ലാ ആളുകളും പറഞ്ഞിട്ട് അവർ ഡിഫറെൻ്റ് ആയിട്ടുള്ള പെർഫെക്ഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് വിലയിരുത്തിയൊക്കെ സംസാരിക്കും, അതൊക്കെ. പക്ഷേ ഒരു കോൺസെപ്റ്റ് കണ്ടെത്തി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിച്ച് കഴിഞ്ഞു. കാർത്തികിൻ്റെ ഒരു മാറ്റവും സംഭവിച്ചില്ല. കണ്ട അതേ പ്രോഗ്രാം നമ്മൾ വീണ്ടും കാണുകയാണ്. ഇതിന് എന്താണ് നമ്മൾ അഭിപ്രായം പറയേണ്ടത്, എങ്ങനെയാണ് മാർക്ക് ഇടേണ്ടതെന്ന് കാർത്തിക് ഇങ്ങോട്ട് പറഞ്ഞു തരണം. ഞാൻ എന്തായാലും 15 മാർക്ക് തരുന്നു. 15 out of 25. Jera out of 25. 16. 16 out of 25 and Abika out of 25. ഏതായാലും നിങ്ങളുടെ കഴിവിനെ മാനിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ മാനിക്കാതിരുന്നത് കൊണ്ടും ഞാൻ കുറയ്ക്കുന്നില്ല, 17. 17 out of 25. So total 48 out of 75. Okay, Karthik. Thank you so much. Yes, മിമിക്സ് പരേഡിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ എപ്പോഴും എല്ലാ ദിവസവും ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് ഞാൻ ജഡ്ജിങ് പാനലിലേക്ക് വിടുകയാണ്. നിങ്ങൾ ഇന്ന് എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുക ഭയങ്കര ജോഷ് ആൻഡ് ജോളി ആയിട്ട്. ഒരറപ്പുണ്ട് പറയണേ. എന്തായാലും വിഷയം ഞങ്ങളെ ഏൽപ്പിക്കാൻ. ശരി, നമ്മളെന്തെങ്കിലും ചെയ്യണം. അവസാനിപ്പിക്കണം. എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കണം. അതായത് ഇന്നത്തെ എപ്പിസോഡ് മാത്രമേ. അതെ, ഒന്ന് തീരുമാനം ഉണ്ടാക്കണം. ലാൻഡിങ്. ഓക്കെ. ന്യൂസ് പരേഡ് തുടങ്ങിയ കാലത്തൊക്കെ ഒരു സബ്ജക്റ്റ് വെച്ചിട്ട് ആ സബ്ജക്റ്റിനെ കുറിച്ചിട്ട് ഇപ്പോൾ PT ഉഷയ്ക്ക് സ്വർണം കിട്ടി, അതിന് നടന്മാർ അനുമോദിക്കാൻ ചെല്ലുന്നു. പിന്നെ MGRൻ്റെ കിഡ്നി നഷ്ടപ്പെട്ടു, MGRന് കിഡ്നി വാഗ്ദാനം ചെയ്തുകൊണ്ട്, അങ്ങനെ ആണ് നമ്മൾ ആദ്യകാലത്തൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്.
അതുപോലെ ഗാന്ധിജിയായിട്ട് അഭിനയിക്കാൻ നടന്മാർ. അതായിരുന്നു മിമിക്രിയുടെ ഒരു പാറ്റേൺ. ആ ഒരു പാറ്റേണിൽ ലോട്ടറി കച്ചവടം ചെയ്യുന്ന പല നടന്മാരിൽ ഒരാൾ കമലഹാസൻ. അതിനകത്ത് കോമഡി ഒന്നുമില്ല, ജസ്റ്റ് ഒരു അനുകരണം മാത്രമേ ഉള്ളൂ. தம்பி, தமிழ்நாட்டில் மாபெரும் உன்னத படைப்பு தான் தமிழ்நாடு பரிசுட்டு கொள்கை. இது யாருக்கு எப்போ கிடைக்கும் என்பது யாராலும் சொல்ல முடியாதப்பா. இந்த பரிசுட்டை வாங்குவோமா வேண்டாமா நான் சிந்திச்சு கொண்டு இதை வேலையில் கூட இருக்கோம். உங்களை தேடி வந்து கொண்டிருக்கலாம். உங்களுக்கு உன் குடும்பத்தில் யாராவது பாக்கியத்தில் கிடைத்து விடக்கூடுமாகவே ஆண்டவா, இந்த பொன்னான சந்திரபத்தை நழுவு விடாதீர்கள். கிடைத்த சந்திரபத்தை பயன்படுத்தி நீங்களும் இந்த சந்திரபத்தி ஒரு லட்சாதிபதியாக என்னையா வேணும்னா வாங்கிடல, நான் ஆளை விட்டுடுப்பா. എന്തായാലും നമ്മുടെ ഇവിടുത്തെ എന്റർടൈൻമെന്റ് അവസാനിക്കുന്നില്ല. മറ്റൊരു എപ്പിസോഡിൽ കാണാം. Until then, take care. It's me, Sriya, signing off from Mimics Parade.